ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് RCCBയുടെ ട്രിപ്പിംഗ് അല്ലെങ്കിൽ ELCBയുടെ ട്രിപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ MCB സെക്ഷനിലുണ്ടാകുന്ന കംപ്ലൈൻറ്റ് മൂലം RCCB ട്രിപ്പാകുന്ന കാര്യത്തെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിരുന്നു. അത് നമ്മൾ പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇനിയുള്ളത് രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഈ RCCB ട്രിപ്പിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള RCCB എന്ന് പറയുന്നത് ലെഗ്രാൻഡിൻ്റെ 25 ആംപിയർ റേറ്റിങ്ങിലുള്ള 30 മില്ലി ആംപിയർ റേറ്റിംഗ് വരുന്ന RCCB ആണ്. അതേപോലെ തന്നെ 25 ആംപിയറിൻ്റെ 4 പോൾ MCB സെക്ഷനുമാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി മോൾ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ MCB സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു RCCB ട്രിപ്പ് ആകുന്നത്, ആ ട്രിപ്പാകുന്നതിൻ്റെ കാരണം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടൊരു RCCB ട്രിപ്പാകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ RCCBയുടെ സർവീസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അതായത് ട്രിപ്പിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ നമുക്ക് DBയുടെ കവറൊന്ന് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന മുമ്പേ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഇത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ടെക്നീഷ്യന്മാർക്ക് ഇതേപ്പറ്റി കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അനുകരിക്കാൻ പാടുള്ളതല്ല. ഒരു ടെക്നീഷ്യനായിട്ടല്ലാത്ത ഒരാൾ ഇത് പരീക്ഷിച്ച് നോക്കാനും പാടില്ല. അപ്പോൾ അത്രയ്ക്കും ഡേഞ്ചർ ആയതുകൊണ്ടാണ് പറയുന്നത്. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ പരീക്ഷിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഷോക്ക് ഏൽക്കുകയോ അതുമൂലമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ചാനലിലോ എനിക്കോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കോ യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ലാന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത്. റിസ്ക് ഏറ്റെടുത്താലും വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് വരരുത്. അപ്പോൾ ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മുടെ ELCB അല്ലെങ്കിൽ RCCB ട്രിപ്പാകുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ DBയുടെ കവർ വഹിക്കുകയാണ്. ഓക്കെ, ഒന്നാമത്തത് പ്രധാനമായും RCCBയുടെ ഔട്ട് സെക്ഷൻ. ഈ മേൽവശത്തുള്ള സെക്ഷനിൽ ഉണ്ടാകുന്ന ലീക്കേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള തകരാറ് മൂലമാണ് RCCB ഒരു കാരണം കൊണ്ട് കംപ്ലൈൻ്റ് ആകുക. അതേപോലെ തന്നെ ഇൻപുട്ട് സെക്ഷനിലുള്ള ന്യൂട്രൽ, ഈ ന്യൂട്രൽ ലൈനിലുണ്ടാകുന്ന ലൂസ് കോണ്ടാക്റ്റും ഈ RCCB ചില സമയങ്ങളിൽ ട്രിപ്പാകാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് പോസ്റ്റിലെ ന്യൂട്രലൊക്കെ ഫാൾട്ടായി കഴിഞ്ഞാൽ, ക്ലാവ് പിടിച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള നമ്മൾ പവറായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ഈ RCCB ട്രിപ്പിങ് കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു കംപ്ലൈൻറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ELCB അല്ലെങ്കിൽ RCCB ട്രിപ്പാകുന്നത് എന്ന് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. പ്രധാനമായിട്ടും നമ്മുടെ ഫേസ് ലൈനിനും ഇവിടെ കൊടുത്തിട്ടുള്ള എർത്ത് കാണാൻ വരുന്നു. ഈ എർത്ത് ലൈനുമായിട്ട് ഇടയിലുണ്ടാകുന്ന ലീക്കേജാണ്. ആ ലീക്കേജ് 30 മില്ലി ആംപിയറിന് മുകളിലേക്ക് പോയാൽ ആണ് ഈ RCCB ട്രിപ്പാകുന്നത്. അത് ഒന്നാമത്തെ ഒരു കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ന്യൂട്രലിനും എർത്തിനും ഇടയിൽ ഉണ്ടാകുന്ന ഷോർട്ട്, അല്ലെങ്കിൽ ന്യൂട്രലിൽ നിന്ന് എർത്തിലേക്ക് ഉണ്ടാകുന്ന ലീക്കേജ് 30 മില്ലി ആംപിയറിൽ കൂടുതൽ വരുമ്പോഴാണ് RCCB ട്രിപ്പിംഗ് ആവുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ട്രിപ്പിംഗ് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്നുള്ളത് നോക്കാം. നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡിലേക്ക് വന്നിട്ടുള്ള സോക്കറ്റ് ഉണ്ടാവുമല്ലോ, ഓരോ സ്വിച്ച് ബോർഡിലെയും സോക്കറ്റിലേക്ക് വന്നിരിക്കുന്നത് ഇതേപോലുള്ള MCBകളിൽ നിന്നാണ്. ഈ C6 എന്നൊക്കെ മാർക്കിയുള്ള MCBകളിൽ നിന്നാണ് നമ്മുടെ വീട്ടിലെ ഓരോ സ്വിച്ച് ബോർഡിലേക്കും ഫേസ് ലൈൻ എത്തുന്നത്. അതേപോലെ തന്നെ ന്യൂട്രൽ എത്തുന്നത് ഈ കാണുന്ന കണക്ടർ സ്ട്രിപ്പിൽ നിന്നാണ്. അതായത് ന്യൂട്രലിൻ്റെ സ്ട്രിപ്പ് കണക്ടറിൽ നിന്നാണ് ന്യൂട്രൽ അവിടേക്ക് എത്തുക. അതേപോലെ തന്നെ നമ്മുടെ സോക്കറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് ടോപ്പ് സൈഡിലായിട്ട് കാണുന്ന എർത്ത് പോയിന്റിലേക്ക് വയർ എത്തുന്നത് ഈ പച്ച കളറുള്ള വയറുകൾ കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ എർത്ത് ടെർമിനലിൽ നിന്നാണ്. ഇതിൽ ഈ മഞ്ഞ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഗ്രൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിൽ പൈപ്പ് അടിച്ചേർത്തിയിട്ടുള്ള അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള കോപ്പർ വയറാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്തെങ്കിലും ലീക്കേജ് ഇവിടെ നിന്ന് പോകുന്ന കറണ്ടിൽ ലീക്കേജ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമുക്കൊരു അയൺ ബോക്സ് തന്നെ എടുക്കാം. നമ്മുടെ വീട്ടിലെ അയൺ ബോക്സ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കംപ്ലൈൻ്റ് ആയി അതിൻ്റെ മെറ്റാലിക് ബോഡിയിലേക്ക് സപ്ലൈ വരുവാണെന്ന് നിങ്ങളത് വിചാരിക്കുക. അപ്പം നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും. ആ ഷോക്ക് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ എർത്തിങ് സംവിധാനം അവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്ലഗിലെ 3 ടെർമിനലുകളിൽ ഒരെണ്ണം, അത് ഈ ഗ്രീൻ വയർ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ പ്ലഗ് കണക്ട് ചെയ്യുമ്പോൾ ടോപ്പിലുള്ള ഹോളിൽ നിന്ന് വന്ന് കണക്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ അയൺ ബോക്സിൻ്റെ ബോഡിയിലേക്കാണ്.
അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് ഇതേപോലെ ഫേസിൽ ലീക്കേജ് ഉണ്ടായി ആ അയൺ ബോക്സിൻ്റെ മെറ്റൽ ബോഡിയിലേക്ക് സപ്ലൈ എത്തുമ്പോൾ ആ സപ്ലൈയെ നമ്മൾ നേരെ ഈ ഗ്രൗണ്ട് വഴി നേരെ ഭൂമിയിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് സംഭവിക്കുന്നത് വെച്ചാൽ RCCB അത് സെൻസ് ചെയ്യും. അതായത് 30 മില്ലി ആംപിയറിൽ കൂടുതൽ വൈദ്യുതി എവിടെയോ കൂടി ലോസ് ആവുന്നുണ്ട് എന്ന് ഇതിന് മനസ്സിലാവും. ആ സെൻസിറ്റിവിറ്റി കൊണ്ടിട്ടാണ് ഈ 30 മില്ലി ആംപിയറിൽ കൂടുതലാകുമ്പോൾ അതപ്പോൾ തന്നെ ട്രിപ്പ് ആകാനുള്ള കാരണം. ഇതിന് മനസ്സിലാകും എന്ന് ഞാൻ പറഞ്ഞത് വേറെ രീതിക്കല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാകാനാണ്. അപ്പോൾ ഇതിൻ്റെ തിയററ്റിക്കലായിട്ട് ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫേസിലൂടെ കടന്നു പോകുന്ന അതേ അളവ് കറണ്ട് തന്നെ ന്യൂട്രലിലൂടെ വന്നാൽ മാത്രമേ ഉള്ളൂ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. അതിൽ 30 മില്ലി ആംപിയറിൽ കൂടുതൽ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സാധനം ട്രിപ്പാവും. അതാണ് ഇതിൻ്റെ പ്രധാന കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു പരീക്ഷണമാണ്. നമ്മളിവിടെ ഒരു 5 വാട്ടിൻ്റെ LED ലാമ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 ലീഡ് വയറുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഞാനൊരു 60 വാട്ട്സിൻ്റെ ലാമ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലീഡ് വയറുകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ 2 എൻഡുകളാണ് ഈ ഉള്ളത്. അപ്പോൾ നമുക്കിനി ഒരു ലീക്കേജ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. ഫേസിൽ നിന്നും എർത്തിലേക്ക് ഉണ്ടാകുന്ന ലീക്കേജ് ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു എർത്തിലേക്ക് ഒരു വയർ കണക്ട് ചെയ്യുന്നു. ബൾബിൻ്റെ ഒരു വയർ എർത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. അടുത്തൊരു ലീഡ് ഞാൻ എന്താ ഫേസ് വയറിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പോകും. എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. elcb അല്ലെങ്കിൽ നമ്മുടെ RCCB ട്രിപ്പായി ഞാനിതൊന്ന് വീണ്ടും ഓൺ ചെയ്യുകയാണ്. ഇനി ഒരു പരീക്ഷണം കൂടി നമുക്കൊന്ന് നോക്കാം. ഈ സെയിം പരീക്ഷണം തന്നെ ഞാൻ 5 വാട്ട്സിൻ്റെ നമ്മുടെ ബൾബ് ഉപയോഗിച്ചിട്ടുണ്ട്, LED ബൾബ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒന്ന് പരീക്ഷിക്കാം. എർത്തിലേക്ക് കണക്ട് ചെയ്തു, ഈ സൈഡ് ഫേസിലേക്ക് കണക്ട് ചെയ്തിരിക്കുക. ഈ ബൾബ് തെളിഞ്ഞ് തന്നെ നിൽക്കുന്നത് കാണാം. RCCB ട്രിപ്പായതുമില്ല. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വാട്ടേജ് തന്നെയാണ്. ഇത് 5 വാട്ടായിട്ടുള്ള ഒരു LED ലാമ്പാണ്. ഈ ലാമ്പിന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ 30 മില്ലി ആംപിയർ പോലും ഇതിൻ്റെ ആംപിയർ റേറ്റിംഗ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് RCCB ട്രിപ്പാകുന്നത്. അപ്പോൾ 30 മില്ലി ആംപിയർ ലീക്കേജ് ഇതിലൂടെ പോയി എന്ന് വെച്ചിട്ട് 30 മില്ലി ആംപിയറിൽ കുറവായിട്ടുള്ള ഉപകരണമാണ് ഈ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ RCCB ട്രിപ്പായില്ല. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടിലെ ഈ LED ബൾബും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാം. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ചിലർ കണക്ട് ചെയ്യുമ്പോൾ മനഃപൂർവ്വമല്ല മറന്നു പോകുന്നതാണ്. നമ്മുടെ LED ലാമ്പിൻ്റെ ന്യൂട്രൽ വയറിന് പകരം ചിലപ്പോൾ എർത്തിലൊക്കെ കണക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് തെളിഞ്ഞ് തന്നെ നിൽക്കും. പക്ഷേ നമ്മൾ വേറെ എവിടെയെങ്കിലും സ്വിച്ച് ഇടുന്ന സമയത്ത് ട്രിപ്പാവും. കാരണം എന്ന് വെച്ചാൽ എപ്പോഴാണോ ആ 30 മില്ലി ആംപിയർ ലീക്ക് സെൻസ് ആകുന്നത് ആ സമയത്ത് കൃത്യമായിട്ടും RCCB അതിൻ്റെ പണി കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. ഇത് ടെക്നിക്കലായിട്ട് അറിയാവുന്നവർക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ എർത്ത് ഷോർട്ടിങ്, എർത്തിനും ന്യൂട്രലിനും ഇടയിലുണ്ടാകുന്ന ഷോർട്ടിങ് അല്ലെങ്കിൽ എർത്തിനും ന്യൂട്രലിനും ഇടയിലുണ്ടാകുന്ന ലീക്കേജ്, അത് നമുക്കൊന്ന് പരീക്ഷിക്കാം. ഞാൻ ഈ ടെസ്റ്റ് ലാബ് ഉപയോഗിച്ച് തന്നെ ഈ പരീക്ഷണം ഒന്ന് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ 60 വാട്ട്സിൻ്റെ ടെസ്റ്റ് ലാമ്പ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ന്യൂട്രലിനും എർത്തിനും ഇടയിൽ കണക്ട് ചെയ്തു. ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫേസിനും ന്യൂട്രലിനും ഇടയിലുണ്ടാകുന്ന വോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് 230 വോൾട്ട് അല്ലെങ്കിൽ 215 വോൾട്ട് നമുക്ക് കണക്കാക്കാം. ഈ ഫേസിനും എർത്തിനും ഇടയിലുള്ള വോൾട്ടേജും ഏകദേശം 215 മുകളിലേക്ക് വരും. ഒരു 215 ഫേസിനും ന്യൂട്രലിനും അക്രോസ് ആക്കണമെന്നുണ്ടെങ്കിൽ, ഫേസിനും എർത്തിനും അക്രോസ് ആയിട്ട് നല്ല എർത്താണെന്നുണ്ടെങ്കിൽ 215 വോൾട്ടിന് മുകളിലേക്ക് വരും. അതേപോലെ തന്നെ ഈ ന്യൂട്രലും എർത്തും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 വോൾട്ട് നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ നിലവിലത്തെ നമ്മുടെ KLCBയുടെ വരുന്ന ലൈനുകൾ നമുക്ക് കൃത്യമായിട്ടും ഈ 5 വോൾട്ട് തന്നെ കിട്ടണമെന്നില്ല. അതിന് മുകളിലേക്ക് പോകും. എന്നുവെച്ചാൽ ഒരു 10 വോൾട്ട് പ്ലസ് വരുമ്പോഴേ ഇതുണ്ടാകത്തുള്ളൂ, കിട്ടത്തുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ ഫോസിലെ ലൈനുകളിൽ ന്യൂട്രൽ പ്രോപ്പറായിട്ട് എർത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലോഡ് കൂടുന്നതിനനുസരിച്ച് ഈ ന്യൂട്രൽ വോൾട്ടേജ് വ്യതിയാനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ന്യൂട്രലും പക്കായിട്ടുള്ള നമ്മുടെ വീട്ടിലെ ഒരു എർത്തും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്
പല സ്ഥലങ്ങളിലും പലതായിരിക്കും. നമുക്ക് +5 വോൾട്ട് വരെ മാക്സിമം വരാൻ പാടുള്ളൂ, എങ്കിലും അത് 10 വോൾട്ടിന് മുകളിലേക്ക് വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ട്രിപ്പ് ആകുന്നതിന് കാരണം പറഞ്ഞുതരാം. ഇത് 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബൾബാണ്. ഇതിലേക്ക് നമ്മൾ ഈ ഒരു 5 വോൾട്ടിൻ്റെ ഡിഫറൻസ് ഇവിടെ കണക്ട് ചെയ്താൽ 30 മില്ലി ആമ്പിൻ്റെ ലീക്കിങ് ഉണ്ടാകത്തില്ല. നമ്മൾ 230 കണക്ട് ചെയ്തപ്പോഴാണ് 30 മില്ലി ആമ്പിൻ്റെ 30 മില്ലി ആം നമ്മൾ 230 കണക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് 30 മില്ലി ആമ്പിൻ്റെ ലീക്കേജ് ഉണ്ടായി ട്രിപ്പായത്. നമ്മൾ LED കണക്ട് ചെയ്തപ്പോൾ അത് ട്രിപ്പായില്ല, ആ ലീക്കേജ് വന്നില്ല നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ന്യൂട്രലും എർത്തിനും ഇടയിൽ ഈ ലാമ്പ് കണക്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ട്രിപ്പായില്ല. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ 30 മില്ലി ആമ്പിയർ ലീക്ക് അവിടെ ഉണ്ടാകുന്നില്ല. ആ 5 വോൾട്ടിൽ 30 മില്ലി ആമ്പിയർ ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പോൾ ആ ലീക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളതിനെ ഡയറക്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ന്യൂട്രലിനും എർത്തിനും ഇടയിലുണ്ടാകുന്ന ഷോർട്ടേജ് ഒരിക്കലും ഒരു ഡിവൈസ് വഴി ഉണ്ടാകുന്നതായിരിക്കത്തില്ല. അത് ഡയറക്റ്റായിട്ടുള്ള ഷോർട്ട് തന്നെയായിരിക്കും. അതായത് ഒരു ന്യൂട്രലും എർത്തും തമ്മിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബൾബോ അല്ലെങ്കിൽ റെസിസ്റ്റീവ് ലോഡോ മൂലം നമുക്ക് ട്രിപ്പിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉണ്ടാകാം, സാധ്യത കുറവാണെന്നാണ് ഞാൻ പറയുന്നത്, ഉണ്ടാകാം. അതായത് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ റെസിസ്റ്റൻസ് കുറഞ്ഞാലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ എർത്തിനും ന്യൂട്രലിനും ഉണ്ടാകുന്ന ഷോർട്ടേജ് ആണ് രണ്ടാമത്തെ കണ്ടീഷനിൽ വരുന്നത്. ആ ഷോർട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു ലീഡ് വരേണ്ട 2 എൻഡാണ് ഇതിലുള്ളത് കേട്ടോ. ഇത് ഞാൻ ന്യൂട്രലിനും എർത്തിനും ഇടയിലൊന്ന് ഷോർട്ട് ചെയ്യാൻ പോവാം. RCCB ട്രിപ്പായി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് പൊതുവെ നമ്മുടെ ELCB ട്രിപ്പാകുക. ELCB അല്ലെങ്കിൽ RCCB ട്രിപ്പാകാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ കാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോ സർക്യൂട്ടും റെക്ടിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ RCCBയുടെ ട്രിപ്പിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ കൂടുതലായിട്ട് മനസ്സിലാകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പാർട്ട് 1 ഉണ്ട്. ELCB ട്രിപ്പിംഗ് പാർട്ട് 1 ഉണ്ടാകും. അത് ഡീറ്റെയിൽ ആയിട്ടത് കാണുക. അത് കാണുമ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പിംഗ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാവും. അതിനുശേഷം രണ്ടാമതായിട്ട് ഈ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇനി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ട്രിപ്പിംഗ് സോൾവ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നമ്മളൊന്ന് പഠിച്ചാൽ മാത്രം മതി. നമ്മൾ ഫേസിലും ന്യൂട്രലിനും അക്രോസ് ആയിട്ടുള്ള ഷോർട്ടിങ്ങിൻ്റെ കാര്യം പഠിച്ചു. അതുണ്ടാകാനുള്ള സാധ്യതയൊക്കെയും കൂടുതൽ വരുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, പവറായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും നമ്മൾ ഉപയോഗിക്കുന്ന ചാർജിങ് സോക്കറ്റുകളിൽ നമ്മൾ എന്തെങ്കിലും പ്ലഗ് ടോപ്പ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാം റൂമുകളിൽ നിന്നും റിമൂവ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി RCCB ഓൺ ചെയ്ത് നോക്കുക. അങ്ങനെ ഓൺ ചെയ്യുമ്പോൾ ആ സെക്ഷനിലുണ്ടാകുന്ന പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ RCCB ഓൺ ആകും. അതേപോലെ തന്നെ ന്യൂട്രലും എർത്തും തമ്മിലുള്ള പ്രോബ്ലം ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ MCB സെക്ഷൻ, അതിനെപ്പറ്റി ഞാൻ മറ്റേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്താലും നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റില്ല. എത്ര ഓഫ് കൺട്രോൾ ചെയ്താലും ഈ RCCB ട്രിപ്പ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സർക്യൂട്ടിൽ ഇതായി മെയിനായിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂട്രലുണ്ട്. അതേപോലെ തന്നെ ഈ സബ് ന്യൂട്രലുകളുണ്ട്. ഈ സബ് ന്യൂട്രലിൻ്റെ ഓരോ വയറും അഴിച്ചിട്ട് ഈ ഓരോ വയറുകളും അഴിച്ചിട്ട് RCCB ഓണാക്കി നോക്കുക. ചിലപ്പോൾ ട്രിപ്പാവും. ഇങ്ങനെ പരീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വയർ അഴിക്കുന്ന സമയത്ത് RCCB ട്രിപ്പാകാതെ വരും. അപ്പോൾ ആ വയർ മാത്രം അഴിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് RCCB ഓണാക്കുക. ബാക്കി MCB സെക്ഷനെല്ലാം ഓണാക്കി നോക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു റൂമിൽ സപ്ലൈ ഇല്ലാത്തതായിട്ട് വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ പ്രത്യേകിച്ച് സപ്ലൈ ഇല്ലാത്തതായിട്ട് നമുക്ക് കാണിക്കും. ആ ഏരിയയിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കാരണം കൊണ്ട് ന്യൂട്രലും എർത്തും തമ്മിൽ ഷോർട്ടേജ് ഉണ്ടോ, അതേപോലെ തന്നെ ഫേസും ന്യൂട്രലും തമ്മിൽ ഷോർട്ടേജ് ഉണ്ടോ, ഫേസും എർത്തും തമ്മിൽ ഷോർട്ടേജ് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കുക. ഈ പരീക്ഷണം തന്നെ നമുക്ക് എർത്ത് ഉപയോഗിച്ചും ചെയ്യാം. ഈ എർത്തിൻ്റെ ഓരോ ടെർമിനലിലേക്ക് വന്നിട്ടുള്ള വയറുകളും ഓരോന്നായി റിമൂവ് ചെയ്ത് RCCB ഓൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഫാൾട്ട് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ തിയറി പരമായിട്ടും ടെക്നിക്കൽ പരമായിട്ടും ഇതാണ് മെയിനായിട്ട് RCCB ട്രിപ്പ് ആകാനുള്ള കാരണം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തുക.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരും ഇത് പരീക്ഷിച്ച് നോക്കാൻ നിൽക്കരുത്. ടെക്നിക്കലായിട്ട് അറിയാവുന്ന ആൾക്കാർ മാത്രമേ ഇത് പരീക്ഷിക്കാനുള്ളൂ. ബാക്കിയുള്ളവർ ഇത് പരീക്ഷിക്കരുത്. ട്രിപ്പിംഗ് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യനെ വിളിച്ച് കാണിച്ച് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൽ പരീക്ഷിക്കാൻ നിൽക്കുക. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ട് പാർട്ട് 2 ചെയ്യേണ്ടെന്ന് കരുതിയതാണ്. എന്നെ പല ആൾക്കാരും ഈ വീഡിയോ കൊണ്ട്, അതായത് പാർട്ട് 1 വീഡിയോ കണ്ടിട്ട് നമ്മളെ വിളിച്ചതാണ്. അപ്പോൾ അതിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു 1-2 കോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. എന്ന് വെച്ചാൽ അവർ വീട്ടിലെ RCCB സെക്ഷൻ, പാനൽ ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ DB ഫുള്ളായിട്ട് അഴിച്ച് മാറ്റി വെച്ചിട്ട് അതിൻ്റെ വയറുകളും കാര്യങ്ങളൊക്കെ അലങ്കോലമാക്കിയിട്ടാണ് എന്നെ വിളിച്ചത്. അത് ചോദിച്ചപ്പോൾ ടെക്നിക്കൽ പരമായിട്ട് നോളജ് ഇല്ലാത്ത ഒരാൾ കൂടിയാണ്. അയാളോട് ഉള്ള സംസാരത്തിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാനത് പറഞ്ഞു കൊടുക്കുന്നതും തെറ്റാണ്. അത് അദ്ദേഹം ചെയ്ത് എന്തെങ്കിലും അപകടം പറ്റിയാൽ എനിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. അപ്പോൾ ടെക്നിക്കൽ പരമായിട്ട് നോളജ് ഇല്ലാത്തവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് elcbയുടെ ട്രിപ്പിംഗ് പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം വിളിക്കാതിരിക്കുക. ഇനി അത്യാവശ്യം ചെയ്യാൻ അറിയാവുന്ന എനിക്ക് ബോധ്യമുള്ള ഒരാൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ഞാൻ കൃത്യമായിട്ട് മറുപടികൾ elcbയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രിപ്പിങ്ങിൽ ഞാൻ നൽകത്തുള്ളൂ. അത് നിങ്ങളുടെ സേഫ്റ്റി കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹകരിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.